അബിയു പ്ലാന്റിന് എല്ലാ വർഷവും പൂവുണ്ടാവും, പക്ഷെ കായ നിൽക്കുന്നില്ല എന്നുള്ളൊരു വലിയ പരാതിയുണ്ട്. അപ്പോൾ നമ്മൾ പൂവും കായൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അബിയു പ്ലാന്റിന് ചെയ്താൽ നമുക്ക് ഒരുപാട് കായ നിൽക്കാനുള്ള അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അബിയു ഒരു ജൂൺ ജൂലൈ മാസത്തിൽ അബിയു പ്ലാന്റിന്റെ കള കംപ്ലീറ്റ് വൃത്തിയാക്കണം. അതുപോലെ നിലത്ത് തട്ടി നിൽക്കുന്ന കൊമ്പുണ്ടെങ്കിൽ അതൊക്കെ മുറിച്ചു കൊടുക്കുക, നല്ല വൃത്തിയാക്കി വെക്കുക, പരിസരം കംപ്ലീറ്റ് വൃത്തിയാക്കി വെക്കുക. അബിയൂനോട് തട്ടി നിൽക്കുന്ന മരക്കൊമ്പുകളോ പട്ടയോ ഓലയോ ഒക്കെ ഉണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അബിയൂന് സ്വതന്ത്രമായിട്ടൊന്ന് ഒരു ഫംഗസ് ഒന്നും വരാത്ത രീതിക്ക്. മരത്തിന് അധികം വെയിലും വേണ്ട ആവശ്യമില്ല, ഒരു 50-50 വെയിൽ മതി. കാരണം അധികം വെയിൽ തട്ടുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഒരു മഞ്ഞ നിറയി വരികയും കായ്കളും പൂവുകളൊക്കെ കുറവും കാണുന്നു. മണ്ണൊരുക്കിയിട്ട് ഒരു കളയൊക്കെ പറിച്ചതിന് ശേഷം ഒരാഴ്ച നമ്മൾ എന്ത് ചെയ്യരുത്, വളവും ചെയ്യരുത്, ഇതുപോലെ ഇട്ട് കൊടുക്കണം. മഴക്കാലമായതുകൊണ്ട് ജൂൺ ജൂലൈ മാസത്തിൽ മഴ പെയ്തിട്ടൊന്ന് സെറ്റായി വരും. അതിനുശേഷം ഒരു വളം ഇടുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എല്ലുപൊടിയും പൊട്ടാഷും പൊട്ടാഷും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വളമാണിത്. ഒരു ജൂൺ ജൂലൈ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം മഴയില്ലാത്ത ദിവസം ഇട്ട് കൊടുത്താൽ ആ വളം അതിന് പിടിക്കും. ഒരു ദിവസമെങ്കിലും ജസ്റ്റ് ഒരു കുറച്ച് മഴയില്ലാണ്ട് കിട്ടിയാൽ മതി. ഈ ഒരു മണ്ണൊന്നുകൂടി ചെറുങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ പൊട്ടാഷ്യം അടങ്ങിയ വളം ഇട്ട് കൊടുക്കുക. ഇതുപോലെ കുറച്ച് വളങ്ങളൊക്കെ ഇട്ടാൽ ഫ്രൂട്ട്സ് ഒരു ആരോഗ്യമുള്ള ഫ്രൂട്ട്സും അധികം ഫംഗസ് ഒന്നും വരാത്തൊരു ടൈപ്പുള്ള ഫ്രൂട്ട്സും കൂടി ആകാം. ഇത് മാത്രം പോരാ, ഈ ഒരു വളം ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സാഫും കൂടെ പൂവ് ഉണ്ടാകുന്ന സമയത്ത് അടിച്ചു കൊടുത്താലൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. ഓഗസ്റ്റ് ഫസ്റ്റ് തന്നെ ഇത് പൂത്ത് വരും. ആ സമയത്ത് തന്നെ അതിൻ്റെ മുന്നേ എന്തായാലും വളങ്ങളൊക്കെ ഇട്ട് ബയോ പൊട്ടാഷൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഓഗസ്റ്റ് പകുതി ആകുമ്പോൾ ചെറിയ പൂവും മുകളങ്ങൾ കാണാൻ പറ്റും. ഇത് വളം ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ മണ്ണ് പുറത്തുനിന്ന് കുറച്ച് 1-2 കൊട്ട മണ്ണ് ഈ വളത്തിൻ്റെ മേലെ ഇടുക. അതാകുമ്പോൾ കുറച്ചുകൂടി ഫ്രഷ് മണ്ണ് കിട്ടും. ഒരു ചേരി കൊണ്ട് ഒരു തടം എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അവിടെ പുതിയ മണ്ണിട്ട് കൊടുക്കുക. ഈ വളം അവിടെ പിടിച്ച് നിൽക്കുകയും ചെയ്യും, നല്ലതാണ്. വളം നമ്മളിട്ട വളവും എല്ലുപൊടിയും ബയോ പൊട്ടാഷൊക്കെ നല്ല സെറ്റായി നിൽക്കും. ഒരു ഓഗസ്റ്റ് പകുതി ആകുമ്പോൾ ഇത് പൂവിടാൻ തുടങ്ങും. ഓഗസ്റ്റ് പകുതിക്ക് ചെറിയ ഒരു മുട്ട് പോലെ വരും. ആ സമയത്ത് നമ്മൾ കുറച്ച് സാഫും കൂടെ കലക്കി ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. അങ്ങനെ അബിയു പ്ലാന്റുമേൽ ചെറിയ മുട്ടുകൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഓഗസ്റ്റ് 10-15 ആകുമ്പോഴേക്ക് തന്നെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ, ഈ ഒരു മുട്ടിടുന്ന സമയത്താണ്, പൂ വിരിയുന്നതിൻ്റെ മുന്നേ ചെയ്യണം. കുറച്ച് 5 ഗ്രാം SOP എടുക്കുക. അത് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഈ പൂക്കളിലും ഇലകളിലും തണ്ടുകളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത് പൂ വിടരുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു പരാഗണം നടക്കലൊക്കെ കുറഞ്ഞു പോകും, ഈച്ചകളൊക്കെ വരുന്നതിന് മുന്നേ. അതുകൊണ്ട് ചെറിയ മുട്ടാവുന്ന സമയത്ത് ഈ ഒരു SOP അടിച്ചു കൊടുക്കുക. ജൂൺ ജൂലൈ മാസത്തിൽ കള പറിച്ചു കൊടുക്കുക. അതുപോലെ നിലത്ത് തട്ടിക്കുന്ന കൊമ്പുകൾ മുറിച്ചു കൊടുക്കുക. അതുപോലെ ബയോ പൊട്ടാഷൊക്കെ അടങ്ങിയ വളം ഇട്ട് കൊടുക്കുക. പൂടുന്നതിന് മുന്നേ സാഫ് അടിച്ചു കൊടുക്കുക, കൊമ്പിലും പൂവിലും ഇലയിലൊക്കെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് അബിയു കൃഷി ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്യുക.